നമ്മുടെ ഈ ചടങ്ങിന്റെ അധ്യക്ഷ ഏറെ പ്രിയപ്പെട്ട കുന്നൂത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി കെ ലത, വേദിയിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ബഹുമാന്യ നിർവഹണ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രിയപ്പെട്ടവരെ, ചടങ്ങിൽ പങ്കെടുക്കുന്ന സഹോദരി സഹോദരന്മാർ, വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫിറ്റ്നസ് സെന്ററിന്റെ ഉദ്ഘാടനം ഒരു ജനകീയ പരിപാടിയാക്കിയതിനെ ആദ്യം തന്നെ നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം, ഓരോ പ്രദേശത്തും തദ്ദേശ സ്ഥാപനങ്ങൾ വെച്ചപ്പോ 102 വയസ്സായി എന്നാണ് പറഞ്ഞത്. 102 150 വയസ്സുവരെ ജീവിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു സംവിധാനം ഇന്ന് കേരളത്തിലുണ്ട്. പക്ഷേ എവിടെയാ കുഴപ്പം? ഒരാൾ ചോദിക്കുന്നത്, എന്തിനാ ഈ 150 വയസ്സ് വരെ ജീവിക്കുന്നതെന്ന് ചോദിക്കുന്നത്. വയസ്സൊന്നൊരു പ്രശ്നമല്ല ജീവിതത്തിന്. പക്ഷെ ഈ 150 വയസ്സ് വരെ ജീവിക്കാൻ നമുക്ക് സാധിക്കും. പക്ഷെ പ്രശ്നം എവിടെയാണ്? നമ്മുടെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് മലയാളികൾക്കിടയിൽ രോഗാതുരത, സ്ത്രീകളും എത്ര പേർക്ക് ഷുഗർ ഉണ്ട് എന്ന് ചോദിച്ചാൽ കുറേ ആളിപ്പം കൈവെക്കും. ഒരസുഖമില്ലാത്ത ആരെങ്കിലും ഒന്ന് കൈവെക്കുക എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് കൈവെക്കാൻ പറ്റും? എനിക്ക് തോന്നുന്നില്ല ആരും കൈവെക്കൂല. ഏതെങ്കിലും ഒരു അസുഖം നമ്മളെല്ലാവർക്കും ഉണ്ട്. ഇതിൻ്റെ അത്രയേറെ അധ്വാനമൊന്നും നമുക്ക് വേണ്ട. അധ്വാനത്തെ ലഘൂകരിച്ചുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുവെങ്കിലും നമ്മുടെ ഭക്ഷണ രീതിയിൽ എന്ത് വന്നിട്ടില്ല? മാറ്റം വന്നിട്ടില്ല. ഭക്ഷണം ഒരു വലിയ പ്രശ്നമാണ്. ശരീരം ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഭക്ഷണം ഒരു പ്രശ്നമാണ്. എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് ഒരു ദിവസം പറഞ്ഞു, എനിക്കൊരു 10 കിലോ കുറക്കണം പ്രസിഡന്റ്, എന്താ ഇപ്പം ചെയ്യുക? വീട്ടിനടുത്തൊന്നും ഒരു ഫിറ്റ്നസ് സെൻ്റർ ഒന്നുമില്ല. ഞാൻ അവരോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഭക്ഷണം കുറച്ച് കളി. രാത്രി എന്താ കഴിക്കുന്നത്? രാത്രി ചോറാ കഴിക്കുക. രാത്രി ചോറേ കഴിക്കണ്ട, കുറച്ചൊന്ന് പറഞ്ഞു. 1 മാസം കഴിഞ്ഞിട്ടും 1 കിലോ വരെ കുറഞ്ഞിട്ടില്ല. അപ്പം എന്നോട് പറഞ്ഞു, എന്നോട് ഇങ്ങനെ വഴക്കടിച്ചിട്ടാ പറഞ്ഞു, നിങ്ങളല്ലേ പറഞ്ഞു ചോറ് വയ്ക്കാണ്ടിരുന്നാൽ നിങ്ങൾ മെലിയുന്ന്. ഞാൻ പറഞ്ഞു, എന്താ പിന്നെ രാത്രി കഴിച്ചേ? ചപ്പാത്തി. എത്ര? 7 എണ്ണം. എത്ര? 7 ചപ്പാത്തി. 7 ചപ്പാത്തി നിന്നിട്ട് നമ്മൾ മെലിയുന്നാലും ധരിക്കും വേണ്ട. അതായത് ഭക്ഷണത്തിന്റെ അളവിൽ കുറച്ച് മാറ്റം നമ്മൾ വരുത്തണം. നമ്മൾ